മലപ്പുറം പൂഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ജനകീയ സമരസമിതി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഈ മാസം 8 രാവിലെ 10 മണിക്ക് പ്ലാന്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുള്ളിപ്പാറയിലുള്ള അനധികൃത കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ച ജനകീയ സമിതി ഭാരവാഹികൾ മലപ്പുറം വാർത്താസമ്മേളനത്തിൽ അറിയിക്കുന്നു. ETPITS എന്ന കോഴി വേസ്റ്റ് മാലിന്യ പ്ലാന്റ് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസപ്പെട്ട സ്ഥാപനമായിട്ടാണ് നടക്കുന്നത്. അതിന്റെ ചുറ്റുപാട് താമസിക്കുന്നവർക്കും അവിടെ ഭൂമുടകൾക്കും വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവിടെ കുട്ടികൾക്കും വലിയവർക്കും വല്ല അലർജിയോ മാറാരോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. പിന്നീട് ക്യാൻസർ രോഗങ്ങളെല്ലാം പടർന്നു വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഞങ്ങളത് DMO അതുപോലെ തന്നെ HI മെഡിക്കൽ ഓഫീസർ എല്ലാം സ്ഥലം പരിശോധിച്ച് 2024 അവരിവിടെ താമസയോഗ്യമല്ല. ഈ ഫാക്ടറിയിലുള്ള ദുർഗന്ധവും മലിനജലം കുടിവെള്ള സ്രോതസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാവരും നേരിട്ട് കണ്ടതായിരുന്നു അവര്. അപ്പൊ അവർ താമസയോഗ്യമല്ല എന്ന് വരെ പറഞ്ഞായിരുന്നു. 2020 പ്രദേശവാസികളെ അറിയിക്കാതെ ആരംഭിച്ച പ്ലാന്റ് വലിയ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്ലാന്റ് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന അസഹ്യമായ പുകയും കരിഞ്ഞ ഇറച്ചിയുടെ ദുർഗന്ധവും കാരണം നാട്ടുകാർക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ ജലസ്രോതസ്സുകൾ ഉപയോഗശൂന്യമാക്കി. ശ്വാസതടസ്സം, അലർജി, ചൊറിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ പ്രദേശത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായും സമരസമിതി ആരോപിച്ചു. പ്ലാന്റിന്റെ ശേഷി 3 ടണ്ണിൽ നിന്ന് 6 ടണ്ണാക്കി ഉയർത്തിയത് ദുരിതം ഇരട്ടിയാക്കി. ചുള്ളിപ്പാറ പ്രദേശം താമസയോഗ്യമല്ലെന്ന് DMO റിപ്പോർട്ട് നൽകിയ കാര്യവും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നേരത്തെ 2021 നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തെ ഗുണ്ടകളെ ഇറക്കിയാണ് പ്ലാന്റ് ഉടമ നേരിട്ടത്. അന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും വീടുകൾ തകർക്കുകയും ചെയ്ത കേസ് നിലവിൽ പെരിന്തൽമണ്ണ മുൻസിഫ് കോടതിയുടെ പരിഗണനയിലാണ്. 2022 മനുഷ്യാവകാശ കമ്മീഷൻ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. പഞ്ചായത്ത് ലൈസൻസ് കഴിഞ്ഞ മാർച്ചിലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് ജൂലൈയിലും അവസാനിച്ചിട്ടും പ്ലാന്റ് ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. രാത്രിയുടെ മറവിൽ ഗുണ്ടകളുടെ കാവലിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് അനധികൃതമായി പുതുക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും സമിതി ആരോപിച്ചു. പക്ഷെ ഒരു നിലക്കും നമുക്ക് ഇത് നിർത്തി കിട്ടുന്നില്ല. കോടതി ഉത്തരവ് പ്രകാരം നിർത്താനുള്ള ഓർഡർ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അവർ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോഴും അനുകൂല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഇത് വീണ്ടും വലിയ ഒരു സംരംഭമായിട്ട്, അതായത് HP ഒരുപാട് കൂട്ടിയിട്ടുള്ള വലിയ സംരംഭമായിട്ട് തുടങ്ങാനുള്ള വലുതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താമസത്തിലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ പ്രക്ഷോഭപരിപാടികൾ വീണ്ടും സമർപ്പിക്കുന്നത്. ഒന്നാമത് അവിടെ ആ ഏരിയയിലെ ആളുകൾ ജനതാമസം കുറവാണ്. പക്ഷെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവരോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇതിന്റെ ഓണേഴ്സ് നമ്മളൊക്കെ അയൽവാസികളാണ്, പറഞ്ഞിട്ടും അവർ അംഗീകരിക്കുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ TK അബ്ദുൾ റസാഖ്, TK നാസർ, VKV സദറുദ്ദീൻ, KT അഹമ്മദ് ഊട്ടി, P യൂസഫ്, TK അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.